നമസ്കാരം. ദിനോസറുകൾ എന്നും നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ജീവിയായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറുള്ളത്. അസാമാന്യമായ ഈ വലിപ്പമുള്ള ദിനോസറുകളെ ആസ്പദമാക്കി ഹോളിവുഡിൽ തന്നെ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഛിന്നഗ്രഹം ഭൂമിയിലേക്ക് വന്ന് പതിച്ചതിൻ്റെ ഭാഗമായി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ദിനോസറുകൾക്കെല്ലാം തന്നെ മൊത്തത്തിൽ വംശനാശം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവയുടെ അവശിഷ്ടങ്ങളുടെ ഫോസിലുകൾ ഉപയോഗിച്ചാണ് ഒരു സംഘം ഗവേഷകർ പഠനം നടത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ദിനോസറുകൾ അസാമാന്യമായ പൊക്കവും വണ്ണവും, തൂണുകളെ അനുസരിപ്പിക്കുന്ന കൈകാലുകൾ, വലിയ വയറ്, പതിവിലധികം നീണ്ട കഴുത്ത് തുടങ്ങി നിരവധി പ്രത്യേകതകൾ ഈ ദിനോസറുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവ സസ്യഭുക്കുകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത. അലമോസോറസ് എന്നറിയപ്പെടുന്ന നീലത്തിമിംഗലത്തിൻ്റെ ഏതാണ്ട് അത്രയും വലിപ്പമുള്ള ഒരു ഇനമാണ് ഇവിടങ്ങളിൽ ഏറ്റവും അധികം വ്യാപകമായി ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, വിവിധ തരങ്ങളിൽപ്പെട്ട ദിനോസറുകൾ അന്ന് ഈ ന്യൂ മെക്സിക്കോയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഛിന്നഗ്രഹം അതിശക്തമായ തോതിൽ വന്ന് പതിച്ചപ്പോൾ അവയെല്ലാം തന്നെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ ഗവേഷകർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫോസിലുകളൊക്കെ തന്നെ ഈ ഛിന്നഗ്രഹം വന്ന് പതിച്ചപ്പോഴുണ്ടായ ആഘാതത്തിൽ കൊല്ലപ്പെട്ട ദിനോസറുകളുടേതാണോ എന്നാണ്. കാരണം ഇത്രയും വലിയൊരു ഛിന്നഗ്രഹം വന്ന് പതിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ കത്തിപ്പോകാനാണ് സാധ്യത. ഒരു വലിയ മേഖല മുഴുവൻ തീ പിടിച്ച് നശിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോസിലുകൾ വിശ്വസനീയമാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ ഗവേഷകർ പറയുന്നതാകട്ടെ, ഇത് നേരത്തെ തന്നെ അവിടെ ജീവിച്ചിരുന്ന് ചത്തുപോയ ദിനോസറുകളുടെ അവശിഷ്ടങ്ങളായിരിക്കാം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. കാരണം ഇവിടെ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ദിനോസറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവയ്ക്കെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ ഒരു ആക്രമണത്തോടു കൂടി വംശനാശം സംഭവിച്ചിരിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇതിലെ ഒരു ദിനോസറിൻ്റെ കാലിൻ്റെ അടിയിലെങ്ങാനും മനുഷ്യൻ പെട്ടുപോയാൽ അവൻ ചതഞ്ഞരഞ്ഞു പോകുമെന്നാണ്. അത്രമാത്രം ഭാരം ഇതിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അവയെല്ലാം ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ മനുഷ്യനെ മറ്റു രീതിയിലുള്ള വലിയ തോതിലുള്ള ഉപദ്രവം ഇവയെ കൊണ്ട് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവ സസ്യഭുക്കുകളായതുകൊണ്ട് തന്നെ മനുഷ്യനെ കൊന്നു തിന്നാൻ വരില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ആ കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടായിരുന്നോ, ഈ മേഖലയിൽ മറ്റെന്തൊക്കെ ജീവികളാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ ഗവേഷണങ്ങളൊക്കെ തന്നെ ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ദിനോസറുകളെക്കുറിച്ചുള്ള വളരെ വിചിത്രമായ ചില വാർത്തകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ക്രിട്ടേഷ്യസ് കാലഘട്ടം എന്നറിയപ്പെടുന്ന, അതായത് ദിനോസറുകൾ പതിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവയെ ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഫോസിലുകളൊന്നും തന്നെ ഗവേഷകർക്ക് നേരത്തെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭിച്ച ഈ ഒരു ഫോസിലുകളൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായൊരു ചിത്രം തന്നെ നമുക്ക് ലഭ്യമാകാൻ ഏറെ സഹായകരമാകും എന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ന്യൂ മെക്സിക്കോയിലെ സാൻ ജുവാൻ ബേസിനിൽ 10 വർഷത്തിനിടെ കണ്ടെത്തിയ 1 ഡസനോളം വ്യത്യസ്ത ഡൈനോസർ ഇനങ്ങളെ പ്രതികരിക്കുന്ന ഫോസിലുകളാണ് ഇപ്പോൾ ഗവേഷകന്മാർ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഭാവിയിൽ ഒരു കാലഘട്ടത്തിൽ ഈ ദിനോസറുകൾ എന്നത് ഒരു സ്വപ്നമായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഫോസിലുകളിലൂടെ നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരം വലിയ താമസമില്ലാതെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ദിനോസറുകൾ ഒരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഏതായാലും ഗവേഷകർ ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുകയാണ്. പക്ഷേ അക്കാലത്ത് അത്തരത്തിലുള്ള ഒരു ഛിന്നഗ്രഹം വന്ന് പതിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആനയെയോ അല്ലെങ്കിൽ നീലത്തിമിംഗലത്തെയൊക്കെ കാണുന്ന അതേ വിസ്മയത്തോടുകൂടി തന്നെ ഈ ദിനോസറുകളുടെയും കാണുമായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത്രയും വലിയ ശരീരമുള്ള, ഇത്രയും വലിയ രൂപമുള്ള ഈ ദിനോസറുകളുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ തല തീരെ ചെറുതായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സിനിമകളിലും മറ്റും കാണുന്ന രീതിയിലുള്ള അതേ മുഖം തന്നെയാണ് ദിനോസറുകൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തുന്നത്.